ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസ്സിസ് ടേസ്റ്റി പാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടൊന്നല്ല, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ്. ബഹ്റൈനിൽ നടന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബഹ്റൈനിൽ വന്നിട്ട് ഇത് കുറച്ച് ദിവസമായി. ഫെബ്രുവരി 28 വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ വന്നപ്പോൾ നല്ല റഷാണ്. അത് തുടങ്ങിയ സമയത്തൊന്നും എനിക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മക്കളുടെ എക്സാം എല്ലാം ആയതുകൊണ്ട്. അപ്പോൾ ഇന്നാണിപ്പോൾ അതിന് പറ്റിയത്. അപ്പോൾ അത് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഷെഫിനെ കണ്ടപ്പോൾ അവരോട് ഇവിടുത്തെ എന്തെല്ലാം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. They did it throughout the duration of the festival. So and they seem to have attracted a lot of people. Today we decided to do breakfast, something that you normally don't do when you do classes. At least you normally go chicken or salmon or fish or something like that. So this time we decided to go for a breakfast actually. So I made two types of French toast. One savory with basically eggs, poached eggs and avocado salsa. And then we made a French toast, classic French toast, which is with vanilla, with pandan, with vanilla and a blueberry jam that we made here on stage. Yeah. So that's what we did today. Okay, thank you very much. You're very welcome. Thank you for coming. See you next year. Thank you. You guys are going to clean, huh? ഒരു അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളുണ്ട്. ആ മാളിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ ഫുഡ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് കാണാനായിട്ട് പറ്റി. എന്തുമാത്രം സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നതെന്നോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബർഗറുകളാണ് ഇവിടെ കാണാനായിട്ട് പറ്റിയത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബർഗേഴ്സ്. പിന്നെ ആ ബർഗറിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചീസുകൾ, പല തരത്തിലുള്ള ചീസുകൾ, നമ്മൾ ഇന്ന് വരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചീസുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഷവർമൻ്റെ ഇത് അവിടെ കാണാനായിട്ട് പറ്റി. പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള സ്വീറ്റ്സും. ചില സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പോലും പറ്റിയില്ല, എന്ന് വെച്ചാൽ ഭയങ്കര നീണ്ട ക്യൂ ആയിരുന്നു. ഇതൊരു സാൽമൺ ഫിഷ് ചുട്ടതാണ്. ആ കുത്തനെ ഇരിക്കുന്നതെല്ലാം സാൽമൺ ഫിഷാണ്. അതൊരു വുഡൻ പീസിൻ്റെ മേലെയാണ് അവർ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട്. എന്നിട്ട് അതിൽ മിഡിൽ തീ കത്തിച്ചിട്ടാണ് അവർ ചുട്ടെടുക്കുന്നത്. ഒരു പ്രത്യേക തരം സ്മെല്ലായിരുന്നു ആ സാൽമൺ ഫിഷ് ചുടുന്ന സ്ഥലത്ത്. അവിടെയൊക്കെ ഭയങ്കര റഷായിരുന്നു. അത് വീഡിയോ എടുക്കാൻ തന്നെ ഒത്തിരി ഒന്ന് ബുദ്ധിമുട്ടി. പിന്നെ ഇത് മാക്ക് ആൻഡ് ചീസാണ്. നമുക്ക് ഇവിടെ കിട്ടുന്നതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ആ മാക്ക് ആൻഡ് ചീസിൽ കിട്ടുന്നതെന്ന്. ഇത് പിന്നെ പല കളറിലുള്ള ബർഗർ. ആ ബർഗർ ബണ്ണ് പല കളറിലായിരുന്നു. ഞങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കളറ് ചേർത്ത ബണ്ണായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വേറൊരു ബർഗറിൻ്റെ ഔട്ട്ലെറ്റ് ആയിരുന്നു. ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇത് ഓരോന്നും ഓരോ ടേസ്റ്റിലുള്ള ബർഗറാണ്. അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചീസും വളരെ വ്യത്യാസമുണ്ട്. എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ നാച്ചോസാണ്. ഈ നാച്ചോസിൻ്റെ മുകളിൽ പ്രത്യേക ഫ്ലേവറിലുള്ള ചീസാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് അറബിക് ടീ ആണ്, 360 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ ഇത് സമൂസ, സ്പ്രിംഗ് റോളൊക്കെ കിട്ടുന്നതായിരുന്നു. പിന്നെ ഇവർ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. ഭയങ്കര സ്പീഡിലാണ് ഇവരിതെല്ലാം ചെയ്തെടുക്കുന്നത്. റിഫ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു സ്ഥലമാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നഗ്ഗറ്റ്സും ബർഗറും എല്ലാമാണ്. അതിൻ്റെ വിലയെല്ലാം അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാമോസ് കിട്ടുന്ന ഇതായിരുന്നു. അവിടെ അത്ര വലിയ തിരക്കൊന്നും കണ്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ഇവിടെയാണ്. ഇത് പൊട്ടറ്റോ ടവറാണ്. പൊട്ടറ്റോ ഒരു സ്ക്യൂവറിൽ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആയിരുന്നു. അതിലിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് സോസ് വേണമെങ്കിലും ഒഴിച്ചു തരും. മയോനൈസ്, അതുപോലെ ബാർബിക്യൂ സോസ്, സ്പൈസി ആയിട്ടുള്ള സോസ്, അങ്ങനെ ഏതാ വേണ്ടത് ചോദിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ വിലയാണ്. ഭയങ്കര നീണ്ട ക്യൂ ആണ്.
എന്നാലും ക്യൂവിൽ നിന്നിട്ട് കുട്ടികൾ അത് വാങ്ങിച്ച് കഴിച്ചു. അവർക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം വാങ്ങിച്ച് കഴിക്കാനായിട്ട്. ഇതൊരു ഹോങ്കോങ്ങിൻ്റെ ഔട്ട്ലെറ്റാണ്. ഇവിടെ ലൈവായിട്ട് ഈ നൂഡിൽസും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും കുക്ക് ചെയ്യുന്നത് കാണാൻ പറ്റി. ഇവർക്ക് ഫ്രൈഡ് റൈസിൽ എന്തോ വന്നിട്ട് എടുത്തിടുന്നതെല്ലാം കണ്ടു. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇവർ ചേർക്കുന്നത് അതിനകത്ത് നിന്ന് പോയിട്ട് എടുത്തോണ്ട് വരികയാണ് ചെയ്യുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണല്ലോ ചെയ്തെടുക്കേണ്ടത്, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വരില്ലല്ലോ. അതിതങ്ങനെ നല്ല തീയിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചല്ലേ അവരെ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങളിത് വാങ്ങിച്ച് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആരോ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടെ നല്ല റഷായിരുന്നു ഈ ഭാഗത്തും. ഓരോ ഫുഡിൻ്റെ ഒരു സ്മെല്ലായിരുന്നു, പല തരത്തിലുള്ള സ്മെല്ല്. ഇപ്പുറത്തെ സൈഡിൽ മീനാണെങ്കിൽ ഇപ്പുറം ചിക്കൻ, മട്ടൻ എല്ലാം കൂടി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. ഇത് സിത്ര എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ എനിക്ക് കാണാൻ പറ്റിയത് ഇന്ത്യൻ്റെ ഒരൊറ്റ ഔട്ട്ലെറ്റ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. മുംബൈ സ്പൈസസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അവിടെ ആണെങ്കിൽ അത്ര ആളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ മാത്രമേ വെറുതെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇതാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒന്നും വാങ്ങി കഴിക്കാൻ തന്നെ പറ്റിയില്ല. ഭയങ്കര നീണ്ട ക്യൂ ആയിരുന്നു. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഐസ്ക്രീം പോലെയുള്ളൊരു സാധനമാണ്. ഇതൊരു ഓർഗാനിക് പിസയുടെ ഭാഗമായിരുന്നു. ഇവിടെയും അധികം തിരക്കൊന്നും കാണാൻ പറ്റിയില്ല. ഈ തിരക്ക് കഴിഞ്ഞ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. ഇവിടെ ഭയങ്കര റഷായിരുന്നു. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് സോസ് വേണമെങ്കിലും ആണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. സ്പൈസി ആയിട്ട് സ്പൈസി മയോനൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല, ഇതുപോലെ തന്നെ ചിക്കനും ഇവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് സോസ് വേണമെങ്കിലും ഒഴിച്ചു തരും. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റിയതാണിത്. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അയാൾ ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നു. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് തോന്നിയപ്പോൾ പുള്ളി അവിടെ നിന്ന് മാറി നിൽക്കാനുണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാനായിട്ട് പറ്റിയില്ല. ഇത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാമാണ്. ഇത് പപ്പ ബബിൾ എന്ന് പറയുന്ന ഒരു തരം കാരമൽ ക്യാൻഡിയാണ്. പല തരത്തിലുള്ള ഫുഡുകൾ കാണാനായിട്ട് പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. ഇത് ഒരു ഹെൽത്തി ബർഗറിൻ്റെ സെക്ഷനായിരുന്നു. ഇതൊക്കെ വീട്ടിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ബ്രെഡ്. അപ്പറ്റൈസിങ് ഹെൽത്തി ഫുഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇത് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജ്യൂസസും അതുപോലെ സ്ലുഷി ഒക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് നമ്മൾക്ക് അറിയാത്ത ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ടർക്കിഷ് ഫുഡാണെന്ന് മനസ്സിലായി. പക്ഷെ അതിൻ്റെ പേരൊന്നും മനസ്സിലായില്ല. നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാനറിയില്ല. ഇവർ അറബി മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒട്ടും തന്നെ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ടർക്കിഷ് ഷവർമയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറയാനുള്ള നേരം കിട്ടുന്നില്ല. ഭയങ്കര തിരക്ക് കാരണം ഇയാൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു.
നല്ല ടേസ്റ്റ് ആയിരുന്നു ടർക്കി ഷവർമ. ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് ടർക്കി ഷവർമ കഴിക്കാനായിട്ട്. പലതരത്തിലുള്ള സോസും അതുപോലെ തന്നെ മീറ്റെല്ലാം ഒരുപാട് വെക്കും അതിനകത്ത്. പിന്നെ സാധാരണ കുബൂസല്ല, കുറച്ച് വ്യത്യാസമായിട്ടുള്ള കുബൂസാണ് ഇതിന് ഇവർ ഉപയോഗിക്കാറ്. Nanar kebab. Yes, Turkish. This is special from Turkey. Special from Turkey. All the way from Istanbul to Bahrain. Special. Okay. പിന്നെ ഫുഡ് വാങ്ങിക്കുന്നവർക്കെല്ലാം ഒരുപാട് സ്ഥലമെല്ലാം ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് നിന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇഷ്ടം പോലെ സ്ഥലമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ വളരെ വൃത്തിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിതൊരു ഫുഡ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ ഇവിടെ ഇടുന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വരുമ്പോൾ. പക്ഷെ ഭയങ്കര ക്ലീൻ ആയിരുന്നു, നല്ല വൃത്തിയായിരുന്നു. ഒരു പേപ്പറിൻ്റെ കഷ്ണം പോലും ഞങ്ങൾക്ക് അവിടെ താഴെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒരു വലിയൊരു ഇറച്ചി കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട്. പിന്നെ ഇതൊരു ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഇതായിരുന്നു. ഐസ്ക്രീം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇവർ തരില്ല, ഒരുപാട് നമ്മളെ കളിപ്പിച്ചതിന് ശേഷമേ തരികയുള്ളൂ. ശരിക്കും നല്ല രസമായിരുന്നു ഇവരുടെ ആ ഒരു ഇത് കാണാനായിട്ട്. ഞങ്ങൾ കുറേ നേരം ഇവിടെ തന്നെ നിന്നു ഓരോരുത്തരുടെ കളിപ്പിക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇവിടെ ലുക്കൈമത്ത്, കുനാഫ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുനാഫ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ ആയിരുന്നു ഇവർ, അല്ലാതെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടൊന്നുമല്ല, ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇവർ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ചീസെല്ലാം ഇട്ടിട്ടാണ് കുനാഫ റെഡിയാക്കുന്നത്. പിന്നെ ഞങ്ങളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. പിറ്റേ ദിവസം മോൾക്ക് സ്കൂളുള്ളത് കാരണം ഇതുപോലെ തന്നെ ചെറുതായിട്ട് മഴത്തുള്ളികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം ഇവിടുന്ന് പോയി. ഒരുപാട് സ്റ്റാളുകൾ ഇനിയും ഉണ്ടായിരുന്നു ബാക്കി കാണാനായിട്ട്. ഇനി ഇൻഷാ അല്ലാ അടുത്ത വർഷം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ ബ്ലോഗ് കാണണം, ഒന്ന് അഭിപ്രായം പറയണേ. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തായാലും ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം.